അകിൽ ആയുർവേദത്തിലെ പ്രശസ്തമായ ഒരു ഔഷധ സസ്യമാണ് അകിൽ. തൈമിലിയേസി കുടുംബത്തിൽപ്പെട്ട സസ്യമാണ് അകിൽ. ചന്ദനത്തിൻ്റെ സഹോദരനാണ് അകിൽ എന്നൊരു ചൊല്ലുണ്ട്. സ്വർണത്തേക്കാൾ വിലയുള്ള മരമാണിത്. വിശുദ്ധവും ദൈവീകവുമായ ഒരു ഗന്ധമാണ് ഊതിന്. കൗതുകത്തിൻ്റെ കലവറയാണ് ഊത്. ഇത് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ സുഗന്ധദ്രവ്യമായ ഊതിൻ്റെ അത്തർ അകിൽ മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. കിലോയ്ക്ക് 1,00,000 രൂപ വരെ വിലയുള്ള ഊത് ചില കടകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അക്വിലാറിയ അഗല്ലോച്ച എന്നാണ്. അതുകൂടാതെ അക്വിലാറിയ മലാക്കൻസിസ് എന്നും ഇതിന് പേരുണ്ട്. മലയാളത്തിൽ ഇതിനെ അകിൽ, ഊത് എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതം ഇതിൽ അറിയപ്പെടുന്നത് കൃമിജഗ്ധം, യുംഗകം, പ്രവര, രാജാർഹം, വംശിക, അഗരു, കൃമിജം, വംശികം എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഈഗിൾവുഡ്, അഗർവുഡ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഹിന്ദിയിൽ ഇതിനെ അഗർ എന്നാണ് വിളിക്കുക. തമിഴ് ഭാഷയിൽ ഇതിനെ കൃഷ്ണഗരു എന്നാണ് വിളിക്കുക. അറബി ഭാഷയിൽ ഊത് എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യ, ഇന്തോനേഷ്യ, കംബോഡിയ, മലേഷ്യ, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ ചുരുക്കം രാജ്യങ്ങളിലാണ് ഊതിൻ്റെ ഉൽപ്പാദനമുള്ളത്. ഇന്ത്യയിൽ ആസാമിലും ഹിമാലയ പ്രദേശങ്ങളിലും ബംഗാളിലുമാണ് കൂടുതലുള്ളത്. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മലബാർ ഭാഗത്തും അകിൽ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാന ഇനം വെള്ളകിൽ എന്നാണ് അറിയപ്പെടുന്നത്. അസമിൽ നിന്നാണ് അകിലിൻ്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു. ഗോഹട്ടി കാടുകളിലാണ് ഇവ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായി വളരുന്നത്. അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഊത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. സാധാരണയായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 750 മീറ്റർ ഉയരമുള്ള സ്ഥലത്താണ് അകിൽ മരം നന്നായി വളരുന്നത്. കള്ളിമണ്ണും മണലും കലർന്ന മണ്ണിലാണ് ഈ മരം വളരുന്നത്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. 1995 രൂപം കൊണ്ട IUCNൻ്റെ CITES കൺവെൻഷൻ പ്രകാരം ഊതുമരം വംശനാശം സംഭവിക്കാൻ സാധ്യത കൂടിയ വൃക്ഷങ്ങൾ ഉൾപ്പെടുന്ന അപ്പൻഡിക്സ് 11 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഊതിൻ്റെ അന്താരാഷ്ട്ര വ്യാപാരവും പ്രത്യേകം നിരീക്ഷിക്കപ്പെടുന്നു. രൂപവരണം നോക്കാം. പൊതുവെ അകിൽ മരമായി വളരുന്ന ഒരു സസ്യമാണ്. ചിലവ വലിയ മരങ്ങളാകും. 20 തുടങ്ങി 40 മീറ്റർ വരെ ഉയരത്തിൽ വളരാം. ഇതൊരു നിത്യഹരിത വൃക്ഷമാണ്. നമ്മുടെ നാട്ടിലെ തമ്പകം എന്ന മരത്തോട് കാഴ്ചയിൽ സാമ്യമുള്ള മരമാണ് അകിൽ. അകിലിൻ്റെ തൊലി ധൂസരവർണ്ണമുള്ളതും നേർത്തതുമാണ്. തടി മൃദുവും നിരപ്പുള്ളതും കട്ടി കുറഞ്ഞതും പ്രത്യേകം സുഗന്ധമില്ലാത്തതുമാണ്. എന്നാൽ 10-40 വർഷം പ്രായമാകുമ്പോൾ അകിലിൻ്റെ തൊലിയിൽ ഒരുതരം ഫംഗസ് ബാധ ഉണ്ടാവുകയും തന്മൂലം മരത്തിന് കട്ടി ഉണ്ടാവുകയും സുഗന്ധമുണ്ടാവുകയും ചെയ്യും. ആ തടിയിൽ നിന്നും എടുക്കുന്ന എണ്ണ ഔഷധമായും സുഗന്ധദ്രവ്യമായും ഉപയോഗിച്ചു വരുന്നു. വിദേശങ്ങളിൽ ഇതിന് നല്ല ഡിമാൻഡുണ്ട്. കേരളത്തിലും ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഇലകൾ പരന്നതും അഗ്രം കൂർത്തതുമായിരിക്കും. പൂക്കൾ കുലകളായി കാണപ്പെടുന്നു. പൂക്കളുടെ നിറം വെള്ളയാണ്. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് വെള്ളകിലും ചുവന്ന അകിലുമാണ്. വെള്ളകിൽ വളരെ വലിയ മരമായി വളരുന്ന ഒരു സസ്യമായി കാണപ്പെടുന്നു. വർഷം മുഴുവൻ പൂക്കളുണ്ടാവുകയും കായ്ക്കുകയും ചെയ്യുന്ന ഈ മരത്തിൽ കാലപ്പഴക്കം മൂലം കാതലുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ കാതലിന് ചെറിയ തോതിൽ തേനിൻ്റെയും ചന്ദനത്തിൻ്റെയും സുഗന്ധമായിരിക്കും ഉണ്ടാവുക. ശാഖകൾ കനം കുറഞ്ഞ് കാണപ്പെടുന്ന ഇവയുടെ ഇലയ്ക്ക് ഏകദേശം 3 ഇഞ്ച് വീതി ഉണ്ടാകും. കൂടാതെ പൂവിനും കായ്ക്കും വെളുത്ത നിറവും ആയിരിക്കും. ഇനങ്ങളെ നോക്കാം. അകിൽ പലതരമുണ്ട്. ലോകത്ത് 16 ഇനം അകിലിനെ പറ്റി ഇപ്പോൾ പറയുന്നുണ്ട്. 8 ഇനം അകിലുണ്ടെന്നാണ് പുരാതന ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. മംഗല്യ അഗരു കേദാർനാഥിലും ദശാഷ്ടമായ കൃഷ്ണഗരു ആസാമിലും ഗാഹഗരു ഗുജറാത്തിലും കാഷ്ടഗരു വനത്തിലും കാണപ്പെടുന്നുവെന്ന് ആരോഗ്യ കൽപ്പദ്രുമം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. നമ്മുടെ നാട്ടിൽ ചുവന്ന അകിൽ, വെള്ളകിൽ, കറുത്ത അകിൽ, നാട്ടകിൽ, കാട്ടകിൽ എന്നിങ്ങനെ 5 ഇനം അകിൽ കാണപ്പെടുന്നു. അകിലുകളുടെ ഗണത്തിൽപ്പെട്ട സസ്യങ്ങളെ നോക്കാം. 1 ഡയോക്സിലം ഗോട്ടധോര, അത് കറുത്ത അകിലാണ്. പശ്ചിമഘട്ട തദ്ദേശവാസിയായ ഒരു വൻമരമാണ് കറുത്ത അകിൽ. കാരകിൽ, പൂവിൽ അകിൽ എന്നെല്ലാം പേരുകളുണ്ട്. വംശനാശ ഭീഷണിയുള്ള ഈ മരം ഇപ്പോൾ ആനമലയിലും തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. തടിക്ക് നല്ല ഉറപ്പുണ്ട്. ചൈനയിലും ഈ മരം ഉണ്ടെന്ന് കാണപ്പെടുന്നു. കറുത്ത അകിലിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. ഉഷ്ണവീര്യമാണ്. കയ്പും എരിവും കലർന്ന രസമാണ്. കറുത്ത അകിൽ വെള്ളത്തിലിട്ടാൽ
ലോഹമെന്ന പോലെ താണുപോകും. 2. ഡൈസോക്സിലം മലബാറിക്കം, വെള്ളകിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വെളുത്താകിൽ അഥവാ വൈറ്റ് സിഗാർ ഗിത്താർ ഉണ്ടാക്കാൻ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. തേയിലത്തോട്ടങ്ങളിൽ ധാരാളമായി വളർന്നിരുന്ന ഇത് ഇന്ന് അപൂർവമായിരിക്കുകയാണ്. 3. ഡൈസോക്സിലം ബഡോമി, അസം, സിക്കിം, ബംഗാൾ, പശ്ചിമഘട്ടം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരിനമാണിത്. 4. അഗ്ലയ മലബാറിക്ക എന്നുള്ളതാണ്. ചുവന്ന അകിൽ എന്നാണ് ഇത് നാട്ടുഭാഷയിൽ അറിയപ്പെടുക. കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഈ സസ്യം വംശനാശ ഭീഷണിയിലാണ്. 5. ചുക്രാസിയ വെലുറ്റിന എന്നുള്ള ഇനമാണ്. 30 മീറ്ററോളം ഉയരം വയ്ക്കുന്ന ചുവന്നകിൽ ഇൻഡോ ബർമയിലും പശ്ചിമഘട്ടത്തിലും നനവാർന്ന നിത്യഹരിത, അർദ്ധനിത്യഹരിത വനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അകിൽ ചന്ദനവേപ്പ്, കരടി, മലവേപ്പ് എന്നെല്ലാം പേരുകളുണ്ട്. ഇലപൊഴിക്കും വൃക്ഷമാണ്. തായ്ലാൻഡിലെ ഫ്രാ സംസ്ഥാനത്തെ ദേശീയ വൃക്ഷമാണ് ഈ സസ്യം. 6. അഗ്ലയ എഡ്യൂലിക്സ്, ചുവന്നകിൽ, പശ്ചിമഘട്ട തദ്ദേശവാസിയായ ഒരു മരമാണ് ചുവന്നകിൽ. കാരകിൽ എന്നും വിളിക്കാറുണ്ട്. 25 മീറ്റർ വരെ ഉയരം വയ്ക്കും. 900 മീറ്റർ വരെ ഉയരമുള്ള നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്നു. ആവാസ വ്യവസ്ഥയുടെ നാശത്താൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. നല്ല ഉറപ്പുള്ള മരമായതിനാൽ ബോട്ടുകൾ, വണ്ടികൾ എന്നിവ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. 7. ഇനം അക്രോകാർപ്സ് ഫ്രാക്സിനിഫോളിയസ് എന്നുള്ള ഇനമാണ്. ചുവപ്പ് അകിൽ എന്നാണ് പറയുക. കിഴക്കൻ ഏഷ്യ, ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഇവയെ കാണാം. 8. ലാൻസിയം അനമലയനം എന്നുള്ളതാണ്. ചിന്നകിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒരിനം വൻമരമാണ് ചിന്നകിൽ. നനവാർന്ന നിത്യഹരിത എക്കൽ വനങ്ങളിൽ കാണപ്പെടുന്നു. കടും പച്ച നിറത്തിലുള്ള ഇലകൾക്ക് മറ്റകിൽ ഇലകളെ അപേക്ഷിച്ച് നീളം കുറവാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ചിന്നകിൽ പുഷ്പിക്കുന്നത്. നേർത്ത സുഗന്ധമുള്ള ചെറിയ പൂക്കളാണ് ഇതിലുള്ളത്. ഓഗസ്റ്റ് മാസത്തിലാണ് ഫലം പൊഴിയുന്നത്. 9. റെയിൻവാർഡിയോ ഡെൻഡ്രോൺ അനമലൈൻസ് എന്നുള്ളതാണ്. ചിന്നകിൽ, ചീരാളം, തേവതാലി, വണ്ടകാമിൻ എന്നെല്ലാം ഇത് അറിയപ്പെടുന്ന ചീരാളം തെക്കേ പശ്ചിമഘട്ട തദ്ദേശവാസിയായ ഒരു മരമാണ്. 20 മീറ്റർ വരെ ഉയരം വയ്ക്കും. ചീരാളം 1400 മീറ്റർ വരെ ഉയരമുള്ള നിത്യഹരിത വനങ്ങളിലാണ് കാണപ്പെടുക. തെക്കൻ സഖ്യാദ്രിയിലും മധ്യ സഖ്യാദ്രിയിലും കാണപ്പെടുന്നുണ്ട്. 10. അംഗ്ലയ സിംപ്ലിസിഫോളിയ എന്നുള്ള ഇനമാണ്. ചെറിയ അകിൽ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രൂണൈ, ഇന്ത്യ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഉൽപ്പന്നങ്ങളെ നോക്കാം. മൂപ്പത്തിയ അകിൽ മരത്തിൽ സൈനോപ്ലാറ്റിപ്പസ് ഷെവ്രോലാറ്റി എന്ന ഇനം വണ്ടുകൾ ഉണ്ടാക്കുന്ന ദ്വാരങ്ങളിലൂടെ ഫ്രിയാലോഫെറ പാരാസൈറ്റിക്ക എന്ന ഫംഗസുകൾ ബാധിച്ചാൽ അവയെ പ്രതിരോധിക്കാൻ അകിൽ തവിട്ടു നിറമുള്ള ഒരുതരം പശ ഉൽപ്പാദിപ്പിക്കും. സ്വാഭാവികമായി ഭാരം കുറവുള്ള തടിയാണെങ്കിൽ ഫംഗസ് ബാധിച്ചാൽ പ്രതിരോധ സ്രവം മൂലം ഭാരം വർദ്ധിക്കും. അങ്ങനെയുള്ള ശിഖരങ്ങൾ മുറിച്ചെടുത്ത് വാറ്റിയെടുക്കുന്നതാണ് അകിലെണ്ണ അഥവാ തൈലം. ഫംഗസ് ബാധയുടെ പ്രക്രിയകൾ പൂർത്തിയാകുമ്പോൾ അകിൽമരം വലിയ ചിതൽപ്പുറ്റു പോലെയാകും. കാഴ്ചയിൽ ചിതലെടുത്ത മരക്കഷ്ണം പോലെ തോന്നും. ഒരു പ്രത്യേക ഗന്ധവും ഉണ്ടായിരിക്കും. ഈ മരക്കഷ്ണങ്ങളാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യമായ ഊത്. 100-ൽ 7 മരങ്ങളിലെ സ്വാഭാവികമായി ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. പ്രകൃത്യ ഫംഗസ് ബാധ ഉണ്ടായ 100 വർഷം എങ്കിലും പഴക്കമുള്ള ഊതുമരത്തിൽ നിന്നും കിട്ടുന്ന തൈലം ഏറ്റവും മെച്ചപ്പെട്ടതാണ്. 70 കിലോ ഊതുമരത്തിൽ നിന്ന് 20 മില്ലി തൈലം മാത്രമേ ലഭിക്കുകയുള്ളൂ. അകിൽ അഥവാ ഊതുമരത്തിൽ നിന്നാണ് ഊതിൻ്റെ അത്തർ നിർമ്മിക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും മൂല്യമുള്ളത് ഊതിൻ്റെ അത്തറാണ്. ഇന്ന് കൃത്രിമമായി ഫംഗസ് കൾച്ചർ ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരം തടിയിൽ നിന്നും കിട്ടുന്ന തൈലത്തിന് ഗുണമേന്മ കുറവാണ്. ഊതുമരത്തിലെ ഫംഗസ് ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ആരംഭിച്ചത്. കേരളത്തിൽ 2 ലക്ഷത്തോളം ഊത് കർഷകരുണ്ട്. 5 മുതൽ 7 വർഷം വരെ പ്രായമുള്ള ഊതുമരങ്ങളിലാണ് കൃത്രിമ ഇനോക്കുലേഷൻ ഫംഗസ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതിന് പ്രത്യേക ഏജൻസികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ഒരു തടിക്കഷ്ണം പുകച്ചാൽ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കിട്ടുമെന്ന് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചു.
കനലിലിട്ടാൽ കുന്തിരിക്കം പോലെ പുകയും. സ്വർഗീയമായൊരു സുഗന്ധം പരക്കും. അകിലിൻ്റെ പുക ശ്വസിക്കുന്നതും നല്ലതാണ്. നല്ല സുഗന്ധമുണ്ട്. കുളി കഴിഞ്ഞ് മുടിയിൽ അകിലിൻ്റെ പുക ഏൽപ്പിക്കുന്നത് വളരെ നല്ലതാണ്. 8-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ മൃതദേഹങ്ങൾ മമ്മിയാക്കാനും ഊതുവാറ്റിയ തൈലം ഉപയോഗിക്കാറുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകിലിൻ്റെ ഇലകൾ ചായയായും ഉപയോഗിക്കാറുണ്ട്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. അകിൽ ഹോമത്തിന് ഉപയോഗിച്ചു വരുന്നു. ചില വശീകരണ തൈലങ്ങൾക്കും അകിലിൻ്റെ കമ്പ് ഉപയോഗിക്കാറുണ്ട്. മാന്ത്രികത്തിൽ ആകർഷണത്തിനും ഉച്ചാടനത്തിനും അകിൽ ഉപയോഗിച്ചു വരുന്നു. മുസ്ലിം സമുദായത്തിൽ മണിയറയിൽ അകിൽ പുകയ്ക്കുന്ന സമ്പ്രദായം പലയിടങ്ങളിലുമുണ്ട്. വീടുകളിൽ അകിൽ പുകയ്ക്കുന്ന സമ്പ്രദായം അറബികളുടെ ഇടയിലും കേരളത്തിലെ ചില സമ്പന്നരുടെ ഇടയിലും നിലനിന്നു വരുന്നു. ടിബറ്റുകാർ പൗരാണിക കാലം മുതൽ പ്രാർത്ഥിക്കാൻ ഊത് പുകയ്ക്കുമായിരുന്നു. പ്രാർത്ഥന മനസ്സിന് ഊർജം പകരുമ്പോൾ ഊതിൻ്റെ സുഗന്ധം ആത്മീയമായ ഉണർവ് നൽകുമെന്ന് ബുദ്ധമതം പറയുന്നു. ദൈവത്തിൻ്റെ സ്വന്തം മരം എന്നാണ് ഊത് അറിയപ്പെടുന്നത്. ബുദ്ധഭിക്ഷുക്കളും സൂഫി വര്യന്മാരും ഊത് ഉപയോഗിച്ചിരുന്നു. ആത്മാവിനുള്ള ഭക്ഷണമാണ് ഊത് എന്നാണ് ഇസ്ലാം വിശ്വാസം. അറബികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ഊത്. വീട്ടിലായാലും പൊതുസ്ഥലങ്ങളിലായാലും ഊത് പുകച്ചുകൊണ്ടാണ് അവർ ഒരു ദിവസം തുടങ്ങുന്നത്. ഇവിടുത്തെ പ്രാർത്ഥനാലയങ്ങളിലെല്ലാം ഊത് പുകയ്ക്കാറുണ്ട്. അറബ് രാജ്യങ്ങളിൽ വലിയ ഓഫീസുകളിലും കോടതിയിലും എല്ലാം ഊത് പുകയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. അകിൽ ഉൾക്കൊള്ളുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ചേരുവ അകിൽക്കൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അകിൽ, ചന്ദനം, കർപ്പൂരം, ഏലം, തേൻ മുതലായവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഗൃഹപ്രവേശന വേളയിലും മയ്യത്തിൻ്റെ അടുത്തും മറ്റും അകിൽക്കൂട്ട് ഉപയോഗിക്കുന്ന സമ്പ്രദായം പണ്ടു മുതൽക്ക് തന്നെ മലയാളി മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നു. ഉലുവാൻ പുതയ്ക്കുക എന്നും ഇതറിയപ്പെടുന്നു. കുന്തിരിക്കവും സാമ്പ്രാണിയുമെല്ലാം ഉലുവാൻ കൂട്ടിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് പുകയ്ക്കാൻ പ്രത്യേക പാത്രവും ഉണ്ടായിരിക്കും. രാസഘടകങ്ങളെ നോക്കാം. അകിലിൽ ബാഷ്പശീല തൈലം, റസിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഔഷധമൂല്യത്തെ നോക്കാം. അകിലിൻ്റെ തടിയും ഇലയും കായ്കളും പശയ്ക്ക് നിര്യാസം എന്നാണ് പറയുക, അകിലെണ്ണയും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ആയുർവേദം, യുനാനി, ടിബറ്റൻ, ചൈനീസ് പാരമ്പര്യ ചികിത്സാ രീതികൾ എന്നിവയിൽ മാനസിക പ്രശ്നങ്ങൾക്കുള്ള പ്രധാന ഔഷധമായി പറയുന്നത് അകിൽ അഥവാ ഊതാണ്. അകിൽ മരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ സ്രവം, വ്രണം, വിഷം, ആമവാദം, സന്ധിവാദം, രക്തവാദം, വാതരക്തം, ശ്വാസകോശ രോഗങ്ങൾ, വിഷം, ചൊറി, കുഷ്ഠം, ചർമ്മരോഗം, കർണരോഗം, നേത്രരോഗം എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നു. അകിലെണ്ണ തൊലിയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കും. പല യോഗങ്ങളിലും അകിലെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. സരളാദി ചൂർണത്തിൽ അകിൽ ഒരു ചേരുവയാണ്. പൊതുവെ അകിൽ ഗന്ധർവവർഗത്തിൽപ്പെട്ട ദ്രവ്യമായിട്ടാണ് ആയുർവേദത്തിൽ കണക്കാക്കുന്നത്. ഇതിൻ്റെ തടിച്ചീളുകളും തടി പൊടിച്ചെടുത്ത ചൂർണവും സുഗന്ധധൂപനത്തിന് ഉപയോഗിച്ചു വരുന്നു. ഈ ധൂപനം വ്രണരോപണത്തിനും അന്തരീക്ഷത്തിലുള്ള അണുക്കളെ നശിപ്പിക്കുന്നതിനും സഹായകമാണ്. ഊത് മാനസികമായി ഉണർവും ശാന്തതയും നൽകുകയും ഡിപ്രഷൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഉത്സാഹം കൂട്ടുകയും ചെയ്യുന്നു. നാഡീസംബന്ധമായ അവ്യവസ്ഥകൾ പരിഹരിക്കുന്നതോടൊപ്പം ശരീരത്തിലെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുകയും ചെയ്യുന്നു. അപസ്മാരം, സന്ധിവാതം, പ്രസവാനന്തരമുണ്ടാകുന്ന രോഗങ്ങൾ, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ, ആസ്മ, ക്യാൻസർ, കരൾ രോഗം, വാർദ്ധക്യ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് ഊതുമരുന്നായി ഉപയോഗിച്ചു വരുന്നു. അകിൽ, കൊട്ടം, ഗുൽഗുലു, മാഞ്ചി, കുങ്കുമം, ചന്ദനം, രാമച്ചം, ഇരുവേലി ഇവ 8 ചേരുന്നതാണ് ഗണേശാഷ്ടഗന്ധം. അകിൽ, കച്ചോലം, വെള്ളക്കൊട്ടം, കുങ്കുമം, കണ്ടിവെണ്ണയ്ക്ക് പകരം മീറ ചേർക്കാറുണ്ട്. ഗോരോജനം, മാഞ്ചി, ചന്ദനം ഇവ 8 ചേരുന്നത് ശക്തേയ അഷ്ടഗന്ധം. കറുത്ത അകിൽ കൂടുതലായും ത്വക്ക് രോഗങ്ങളുടെ ശമനത്തിനായും വാതത്തിൻ്റെയും കഫത്തിൻ്റെയും ദോഷങ്ങൾ അകറ്റുന്നതിനായും ഉപയോഗിക്കുന്നു. കൂടാതെ നേത്രരോഗങ്ങൾക്കും കർണരോഗങ്ങൾക്കും സാധാരണ ഉപയോഗിക്കുന്നു. ഔഷധ ആവശ്യങ്ങളിൽ വെളുത്ത അകിലിൻ്റെ തൈലം കറുത്ത അകിലിൻ്റെ തൈലത്തിന് തുല്യമായി കണക്കാക്കുന്നു. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ഇമ്പാറ, ആണിരോഗം തുടങ്ങിയ അസുഖങ്ങൾക്ക് പൊൻകാരം അകിലിൻ്റെ എണ്ണ ചേർത്ത് ചാലിച്ച് പുരട്ടിയാൽ ശമനമുണ്ടാകും. 2. അകിലിൻ്റെ പൊടി ചെറുതേനിൽ കുഴച്ച് നക്കിയാൽ ഇക്കിൾ മാറും. 3. അകിൽ, കടുക്, ഗുഗ്ഗുലു, ഗന്ധകം,
ഇവ ഒന്നിച്ചു ചേർത്ത് കത്തിക്കുന്ന പുകയേറ്റാൽ വ്രണം കരിയുകയും അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കൾ നശിക്കുകയും ചെയ്യും. 4. തകരയുടെ വേര് അകിലെണ്ണയിൽ അരച്ച് നെറ്റിയിൽ തേച്ചു പിടിപ്പിച്ചാൽ തലവേദനയ്ക്ക് ശമനമുണ്ടാകും. 5. ശ്വാസകോശ രോഗമുള്ളവർ 2 തുള്ളി അകിലെണ്ണ പുരട്ടിയ വെറ്റില ചേർത്ത് മുറുക്കുന്നത് നല്ലതാണെന്ന് ചരകസംഹിത പറയുന്നു. 6. സോറിയാസിസിന് അകിലിൻ്റെ തൊലിയും തടിയും പൊടിച്ച് വെമ്പാല തൈലത്തിലോ വെളിച്ചെണ്ണയിലോ ഗോമൂത്രത്തിലോ പുരട്ടിയാൽ ശമനമുണ്ടാകും. ചൊറിയുന്നതും വെള്ളമൊഴുകുന്നതും ശമിക്കും. 7. അകിലിട്ട് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച് കുടിച്ചാൽ ജ്വരത്താലുള്ള ദാഹം ശമിക്കും. 8. അകിലും പാടക്കിഴങ്ങും കൂടി കഷായം വെച്ച് സേവിച്ചാൽ ലവണമേഹം അഥവാ സോഡിയം കൂടുതലുള്ള അവസ്ഥ ശമിക്കും. 9. 1-2 തുള്ളി അകിലെണ്ണ വെറ്റില ചേർത്ത് സേവിച്ചാൽ കാസവും ശ്വാസവും ഇക്കിളും ശമിക്കും. 10. അകിലിൻ്റെ പശ പൊടിച്ച് സേവിച്ചാൽ അതിസാരവും ഛർദിയും ശമിക്കും. 11. അകിലെണ്ണ നെറ്റിയിൽ തടവിയാൽ തലചുറ്റൽ ശമിക്കും. 12. അകിലും ഈശ്വരമുല്ല വേരും കൂടി അരച്ച് നെഞ്ചിൽ തടവിയാൽ കുട്ടികളുടെ ചുമ ശമിക്കും. 13. അരത്ത കീഴാർനെല്ലി, കാട്ടുമുളകിൻ വേര്, ആടലോടകത്തിൻ വേര്, അകിൽ, മുത്തങ്ങക്കിഴങ്ങ്, കച്ചോലക്കിഴങ്ങ്, ആവണക്കിൻ വേര്, നെല്ലിക്ക, കരിങ്കുറിഞ്ഞി വേര്, കല്ലൂർ വഞ്ചി വേര്, വരട്ടുമഞ്ഞൾ, കൊടുവേലിക്കിഴങ്ങ്, ചുക്ക്, ചെറുതേക്കിൻ വേര്, പുഷ്കരമൂലം, പടവലം, ദശമൂലം, ദേവതാരം എന്നിവ കൊണ്ട് കഷായം വെച്ച്, ഇതിനെ രാസനാദി കഷായം എന്നാണ് പറയുക, അതിൽ ഇന്ദുപ്പും തിപ്പലിയും മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ വാതരോഗങ്ങൾ ശമിക്കും. 14. വേപ്പിൻ പശ, കരിനൊച്ചിയില, അകിൽ, ദേവതാരം, കാളക്കൊമ്പ്, പോത്തിൻകൊമ്പ്, കലമാൻ കൊമ്പ്, പുലിത്തോല്, വയമ്പ്, കായം, കടുക്, ഉള്ളിത്തൊലി, വരട്ടുമഞ്ഞൾ, മരമഞ്ഞൾ, പാമ്പിൻ വള അതായത് പാമ്പിൻ്റെ പടം, മയിൽപ്പീലി, ചെഞ്ചല്യം, പ്ലാവിൻ പശ, ഇരുവേലി, രാമച്ചം, ഇരട്ടിമധുരം, കൊട്ടം, ചന്ദനം, ഗുൽഗുലു, തിരുവട്ടപ്പശ, പീനാറി, കൂവയില എന്നിവ പൊടിച്ച് കടുകെണ്ണ, കറുത്ത മുഖത്തോടു കൂടിയ മരം ചാടിയുടെ നെയ്യ്, പശുവിൻ നെയ്യ് എന്നിവ ചേർത്ത് പോയിക്കുക. ബാലഗ്രഹപീഡ ശമിക്കും. ഇത് ധൂപനിരസാദി ചൂർണം എന്നാണ് അറിയപ്പെടുന്നത്. 15. അകിലിൻ്റെ തൊലിയെടുത്ത് ചുട്ട് ഭസ്മമാക്കി ആ ഭസ്മമിട്ട് നല്ലെണ്ണ കാച്ചി അരിച്ച് മൂർധാവിൽ തേച്ചാൽ കഫം കെട്ടി മൂക്കടയുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. 16. മുടിയുടെ അറ്റം കീറുന്നത് അരക്ക് എന്ന് പറയുന്നു. ചിലർ മുടി കുലയ്ക്കുക എന്നും പറയുന്നു. ഇതിന് അകിലിൻ്റെ പുക ഏൽപ്പിച്ചാൽ ശമനമുണ്ടാകും. 17. വേരിക്കോസ്, അൾസർ മുതലായ മാറാത്ത വ്രണങ്ങൾക്ക് അകിലിൻ്റെ പുക ഏൽപ്പിച്ച ശേഷം വ്രണരോപണ ഔഷധം പ്രയോഗിച്ചാൽ പെട്ടെന്ന് ശമിക്കുന്നതാണ്. 18. ദദ്രു അഥവാ ചുണങ്ങ്, വിചർച്ചിക അഥവാ ചൊറി, ചിരങ്ങ് എന്നിവ തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്ക് അകിലരച്ച് പുരട്ടിയാൽ ശമനമുണ്ടാകും. 19. ആമവാദം, സന്ധിവാദം, സന്ധിവേദന മുതലായവയ്ക്ക് അകിലെണ്ണ പുരട്ടുന്നത് വേദനയും നീരും ശമിപ്പിക്കും. 20. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ ഭാഗം അകിലിൻ്റെ പുക കൊള്ളിക്കുന്നത് വേദന കുറയ്ക്കുന്നതിനും അണുനാശത്തിനും നല്ലതാണ്. കൃഷിയുടെ കാര്യങ്ങൾ നോക്കാം. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന മരമാണിത്. പ്രത്യേകമായി ഒരു പരിചരണവും ഇതിനാവശ്യമില്ല. വലിയ ശിഖരങ്ങളായി പടരാത്ത മരമായതിനാൽ ഇടവിളയായി കവുങ്ങ്, റബ്ബർ, തെങ്ങ്, ഏലം തോട്ടങ്ങളിലും ഇത് കൃഷി ചെയ്യാം. വെള്ളം കെട്ടി നിൽക്കാത്ത ഉപ്പുരസമില്ലാത്ത ഏത് മണ്ണിലും ഊത് കൃഷി ചെയ്യാം. 8x8 അടി അകലത്തിൽ 1.5 അടി താഴ്ചയിൽ കുഴികളെടുത്ത് നടാവുന്നതാണ്. ആദ്യത്തെ ഒരു വർഷം വേനലിൽ നനച്ചു കൊടുക്കണം. നട്ടുകഴിഞ്ഞ 5-ാം വർഷം ഇതിനെ കൃത്രിമ ഇന്നോക്കുലേഷൻ അഥവാ ഫംഗസ് ട്രീറ്റ്മെൻറ്റ് നൽകുകയാണെങ്കിൽ 8 വർഷം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. കൃഷി ചെലവ് വളരെ കുറവാണ്. രോഗകീടബാധകൾ വളരെ കുറവാണ്. പരിചരണ മുറകളും തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ചിലർ ഊത് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. മായത്തെ നോക്കാം. കേരളത്തിൽ കരിന്താളി എന്ന പേരിൽ അറിയപ്പെടുന്ന എബനേസിയ സസ്യകുടുംബത്തിൽപ്പെടുന്ന ഡയോസ്പിറസ് എബനം എന്ന വൃക്ഷത്തിൻ്റെ ചെറു കഷ്ണങ്ങളെ കാരകിൽ എന്ന പേരിൽ കമ്പോളത്തിൽ വിപണനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥ അകിലല്ല. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം.
പുരാതന അറബ്, ചൈനീസ്, ജാപ്പനീസ്, സംസ്കൃത ഗ്രന്ഥങ്ങളിൽ അഖിലിനെപ്പറ്റി ധാരാളം വിവരണങ്ങളുണ്ട്. ONV കുറുപ്പ് എഴുതിയ പെങ്ങൾ എന്ന പ്രസിദ്ധമായ കവിതയിൽ സ്ത്രീയുടെ അവസ്ഥ വർണ്ണിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ചന്ദനം പോൽ അരഞ്ഞ് അകിൽ പോൽ പുകഞ്ഞ് എന്നു മഞ്ഞർക്കായി സുഗന്ധമേകുവോൾ. അൽമല്ലു എന്ന സിനിമയിൽ BK ഹരിനാരായണൻ എഴുതി രഞ്ജിൻ രാജ് VK സംഗീതം നൽകി ശ്വേതാ മോഹൻ, KS ഹരിഹർ എന്നിവർ ചേർന്ന് ആലപിച്ച ഒരു ഗാനത്തിലെ വരികൾ ഇപ്രകാരമാണ്: ഊതുപെയ്ത കാറ്റു വീശുമിവിടെ, വിരുന്നു വന്നു കാലം നല്ല കാലം ഒന്നേ. ഊമക്കുയിൽ പാടുമ്പോൾ എന്ന സിനിമയിൽ കാനേഷ് പുനൂർ എഴുതി MR റിസൺ സംഗീതം നൽകി വിധു പ്രതാപ് ആലപിച്ച ഒരു ഗാനം ഇപ്രകാരമാണ്: മുത്തുതിരും മുല്ലമുട്ടിൻ മൊഞ്ചഴം ചിരി കാണുവാൻ, മുത്തുപോലെ അത്തർ തൂകിയ മുത്തമിത്രയും വേണമോ. 14 രാവ് എന്ന സിനിമയിൽ കാനേഷ് പൂനൂർ എഴുതി K രാഘവൻ സംഗീതം നൽകി P ജയചന്ദ്രൻ ആലപിച്ച ഒരു ഗാനത്തിലെ വരികൾ ഇപ്രകാരമാണ്: അകതാരിൽ സൂക്ഷിച്ചോരാശതൻ അത്തർ തൂവിപ്പോയി, കൽപ്പന തുന്നിയ പട്ടുറുമാലും പിഞ്ഞിപ്പോയി. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിൽ വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി അലക്സ് പോൾ സംഗീതം നൽകി വിനീത് ശ്രീനിവാസൻ ആലപിച്ച പ്രശസ്തമായ ഗാനം ആരംഭിക്കുന്നത്: എൻ്റെ കൽബിലെ വെണ്ണിലാവൂ നീ നല്ല പാട്ടുകാര, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചോരൻ മുല്ലമുട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ.